ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ ഷുഗർ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നമുക്കിതുണ്ടാക്കി കഴിക്കാം. ഷുഗറുകാർക്കും കഴിക്കണമല്ലോ. മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുക്കണേ. അപ്പോൾ ഈ പാല് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പാലിവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാലൊരു ബൗളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മതി. അപ്പോൾ നമുക്ക് ആ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചൂട് പാലിലേക്ക് ഇടുമ്പോഴത്തേനും പാലങ്ങോട്ട് ഭയങ്കരമായിട്ട് കുറുകിപ്പോകും. അപ്പോൾ പാല് വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് പാലൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഞാനിവിടെ വാനിലയുടെ കസ്റ്റേർഡ് പൗഡറാണ് മേടിച്ചിരിക്കുന്നത്. ഒത്തിരി ഒന്നും ഇടണ്ട, 1 സ്പൂൺ ഇട്ടാൽ മതിയേ. ഇത് നമുക്കൊന്ന് കലക്കി വെക്കാം. ഇതേപോലെ 1 സ്പൂണിനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കലക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്തത് വേണേ. അപ്പോൾ ഈ മുന്തിരിക്കൊക്കെ, ചില മുന്തിരിക്ക്, പച്ചമുന്തിരിക്കൊക്കെ നല്ല പുളി ഉണ്ടാവും. പുളിയില്ലാത്തത് നോക്കി ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ടൊക്കെ മേടിച്ചാൽ മതിയേ. അപ്പോൾ എല്ലാം നമുക്ക് നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ്. അടർത്തി മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു മാതള നാരങ്ങ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് എടുക്കാം. കൂടുതൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മൊത്തമായിട്ട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് 1/2 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത്. മാതളത്തിന് പിന്നെ നല്ല മധുരം ഉണ്ടാവുമല്ലോ. നല്ല നിറമുള്ളത് നോക്കി, പുറത്തെ തൊലിക്ക് നല്ല നിറമുള്ളത് നോക്കി വാങ്ങിയാൽ മതിയേ. അപ്പോൾ ഇത് നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കുറുകി കട്ടയായി പോകും. അപ്പോൾ കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് നമ്മൾ എടുക്കുമ്പോൾ. പിന്നെ ഇതിവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു 4 5 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിവിടെ ഇരുന്ന് ചൂടാറട്ടെ നല്ലതുപോലെ. ഇപ്പോൾ ഇവിടെ ഒരു മാമ്പഴം വാങ്ങിയിട്ടുണ്ട്. അപ്പം മാമ്പഴം എടുക്കുമ്പം നല്ല പഴുത്ത മാമ്പഴം നോക്കി മേടിക്കണേ. ഒരു പുളിരസമുണ്ട് ഈ മാമ്പഴത്തിന്.
ഇപ്പം മൂക്കാതെയൊക്കെ പഴുത്ത് വരുന്നതാലോ, അതുകൊണ്ടായിരിക്കും പുളിരസം. ഇതിൻ്റെ ആ കടഭാഗം മാത്രമേ പഴുത്തിട്ടുള്ളൂ, ശരിക്കും തുമ്പ് പഴുത്തിട്ടില്ല ശരിക്കും. അപ്പം ഞാനിവിടെ കുറച്ചേ ഇടുന്നുള്ളൂ, ആ ഒരു പുളിരസം ഉള്ളത് കൊണ്ട്. ചെറുതാക്കി മുറിക്കണേ. അപ്പോൾ ഇതിൽ വെച്ച് തന്നെ മുറിക്കുമ്പം നല്ലതുപോലെ ചെറുതാക്കാൻ പറ്റുമേ. എന്നിട്ട് വട്ടം വട്ടം അരിഞ്ഞിടാം. കണ്ട, ആ കടഭാഗത്തിന് മാത്രമേ നല്ല നിറമുള്ളൂ, ബാക്കി പഴുത്തിങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആ ശരിക്കും പഴുക്കാത്ത ഭാഗം എടുക്കുന്നില്ല. ഇനി നല്ലൊരു ഏത്തപ്പഴവും കൂടെ, നല്ല പഴുത്ത പഴമായിരിക്കണേ, അല്ലെങ്കിൽ ആ ചവർപ്പുണ്ടാകും. നാലാക്കി കീറിയിട്ട് വട്ടം വട്ടം മുറിച്ചെടുക്കാം. നല്ല മധുരമുള്ള പഴമായിരുന്നേ, നാടനായിരുന്നു. നാടൻ പഴത്തിന് വില കൂടുതലുമാണ്. നാടൻ 80 രൂപയും അല്ലാത്തതിന് 65 രൂപയായിരുന്നു. അപ്പം ഞാൻ ഈ മുന്തിരിയൊക്കെ ഒന്ന് വട്ടം വട്ടം മുറിച്ചിടുന്നുണ്ട്. ഇത്തിരി വലിപ്പമുണ്ടേ. പച്ചമുന്തിരിക്ക് നല്ല നീളത്തിലുള്ളതാണ്. അപ്പോൾ വട്ടം വട്ടം മുറിച്ചിടാം. മുന്തിരിയൊക്കെ നല്ല മധുരമുള്ളതാണ്. അല്ല, മാമ്പഴം മാത്രമേ ഒരു അല്പം പുളിരസമുള്ളൂ. അതിരി പഞ്ചസാര കൂടുതലിട്ടിട്ടുണ്ടെങ്കിൽ മാറിക്കിട്ടുവേ. അപ്പം ഞാൻ ഈ കറുത്ത മുന്തിരി ഒന്ന് നീളത്തിൽ മുറിച്ചിട്ടാണ് വട്ടം മുറിച്ചത്. അതിനിത്തിരി വലിപ്പമുണ്ട്. അല്ലെങ്കിൽ വട്ടത്തിൽ മുറിച്ചിട്ടാലും മതിയേ. ഇനി ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് മുറിച്ചിടാം. തൊണ്ടൊന്നും കളയണ്ട, നമ്മൾ പഴം അരിഞ്ഞ പോലെ തന്നെ മുറിച്ചിട്ടാൽ മതിയേ. തണ്ണിമത്തനുണ്ടെങ്കിൽ അതും ഇടാം. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിലിടാം. അധികം പുളി ഉണ്ടാകരുതെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ തണുത്ത പാല് കാച്ചി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. അപ്പം ഞാനൊന്ന് അരിച്ചെടുത്തായിരുന്നേ, വലിയ അരിപ്പയിൽ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കട്ടയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഞാനൊന്ന് അരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെച്ചത് എൻ്റെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് മേതയൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കാൻ നേരത്ത് കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. ബദാം ഉണ്ടെങ്കിൽ അതും അരിഞ്ഞിടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് നല്ല കുറുകുറുന്ന് ഇരിക്കുന്നുണ്ടേ. ഇനി നമുക്കിത് തണുക്കാൻ വെക്കണേ. തണുത്ത് കഴിയുമ്പോഴാണ് ആ ടേസ്റ്റും കൂടി വരുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.